നമ്മളിപ്പോൾ കോട്ടയത്താണ്. PWD റെസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ റെസ്റ്റ് ഹൗസിലേക്കുള്ള വഴിയാണ് നമ്മളിവിടെ കാണുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റ് ഹൗസ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് പോകാം. അപ്പം നമ്മൾ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മിസ്റ്റർ റിയാസ് മുഹമ്മദ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരത്തിലൂടെയാണ് നമുക്കൊക്കെ സാധാരണ ആളുകൾക്കൊക്കെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടുന്നത്. അതുവരെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ആയിരുന്നു ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ റൂം ഇതാണ്. VIP സൂട്ടാണ് B4. അപ്പം ഇതാണ് ഇതിൻ്റെ ലിവിങ് റൂം. ശരിക്കും വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബെഡ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഒരു ഡൈനിങ് ടേബിള്, 4 ചെയറുകൾ, അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് ഇരിക്കാനായിട്ട് 2 ചെയർ വേറെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. ഇതാണ് ബെഡ്റൂം. ഇവിടെ AC ഇല്ല. ബെഡ്റൂമിൽ AC ഉണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് ബെഡ്. അവിടെ ഒരു ചെയറുണ്ട്, ഒരു അലമാരയുണ്ട്, അതുപോലെ തന്നെ ഒരു ടീപ്പോ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെയറും അതുപോലെ തന്നെ ഒരു മേശയും ഉണ്ട്. AC ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമുക്ക് കൈ കഴുകാനും മുഖം കഴുകാനൊക്കെ ആയിട്ടുള്ള വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചെറിയൊരു മുറി പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ഇത് നമുക്ക് ഇവിടെ തന്നെ ലിവിംഗ് റൂമിൽ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ബാൽക്കണിയാണുള്ളത് കേട്ടോ. ഈ ബാൽക്കണിയിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ റെസ്റ്റ് ഹൗസിൻ്റെ മറ്റ് റൂംസുകളെല്ലാം എല്ലാം AC അവൈലബിൾ ആണ്. അങ്ങനെ റൂംസുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കോട്ടയത്ത് വരുന്ന നിങ്ങൾക്കും ഇവിടെ താമസിക്കാവുന്നതാണ് കേട്ടോ.